ക്യാമ്പസ് ഫെസ്റ്റിന്റെ ഇടയിൽ നടക്കുന്ന പ്രശ്നങ്ങളും അതിൻ്റെ ഇടയിൽ ആ ഇതിലേക്ക് ടൊവിയുടെ ക്യാരക്ടർ, ടൊവി ഇതിൻ്റെ അകത്തൊരു നെഗറ്റീവ് ഷെയ്ഡുള്ള ക്യാരക്ടറാണ്. പക്ഷെ കോമഡിയൊക്കെ തന്നെയാണ്. അങ്ങനെയൊക്കെയുള്ള ഈ പറഞ്ഞ കെയോസിൻ്റെ ഇടയിൽ നടക്കുന്ന ഇങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ തന്നെയാണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ കുറേ ക്യാരക്ടേഴ്സ് ഉണ്ട് ഇതുപോലെ. വിനീതേട്ടൻ, ഷാനിക്ക, റിയ, സെറിൻ, പിന്നെ വിഷ്ണു, പിന്നെ കുറേ പുതിയ ആക്ടേഴ്സ് ഉണ്ട്. ഈ പറയുന്ന ലൈക്ക് കമ്പാരിറ്റീവ്ലി ന്യൂ കമേഴ്സ് ആയിട്ടുള്ള ഒരുപാട് ആക്ടേഴ്സ് ഉണ്ട്. ഷെൽവിൻ, അതുൽ സിംഗ്, ആരോമൽ, ശിവം ഗുപ്ത, സൂര്യനാരായണൻ, ഹരികരൻ, യദു എന്നൊക്കെ പറഞ്ഞ് വീണൊക്കെ ഒന്നും വേണ്ടേ. പക്ഷെ ഇതൊക്കെ ഞാൻ പറയും, വീണ ഒന്നും കട്ട് ചെയ്ത് വിടണ്ട. എനിക്ക് പറയാനുള്ളത് ഞാൻ പറഞ്ഞിട്ട് എണീറ്റ് പോയാൽ മതി. അപ്പൊ അങ്ങനെ പുതിയ ആക്ടേഴ്സ് ഉണ്ട് ഈ സിനിമയിൽ. പിന്നെ പുതിയ കുറേ നല്ല ടെക്നീഷ്യൻസ്. ഫസ്റ്റ് ഓഫ് ഓൾ ഇത് അരുൺ എന്ന് പറഞ്ഞിട്ട് ഒരു പുതിയ ഡയറക്ടറാണ്. മിന്നൽ മുരളിയുടെ കോ-റൈറ്റർ ആയിരുന്നു അരുൺ. പിന്നെ അതുപോലെ തന്നെ അനന്തു എന്ന് പറയുന്ന പുതിയൊരു പ്രൊഡ്യൂസർ, കോ പ്രൊഡ്യൂസർ ആയിട്ട് അനന്തു ഉണ്ട്, ഡോക്ടർ അനന്തു. പിന്നെ പോൾസൺ ആണ് ഇതിൻ്റെ റൈറ്റർ. പോൾസൺ കാതൽ, നെയ്മർ എന്നൊക്കെ പറഞ്ഞ സിനിമകളൊക്കെ ചെയ്തിട്ടുള്ള ആളാണ് പോൾസൺ. പിന്നെ സാമുവൽ ഹെൻറി എന്ന് പറഞ്ഞ പുതിയൊരു സിനിമാറ്റോഗ്രാഫർ ഉണ്ട്. പിന്നെ ചമൻ ചാക്കോയുടെ എഡിറ്റ് ഉണ്ട്. വിഷ്ണു വിജയുടെ മ്യൂസിക് ഉണ്ട്. പറഞ്ഞു തീരട്ടെ, കഴിഞ്ഞില്ല. കാരണം എന്തുകൊണ്ടെന്ന് വെച്ചാൽ അല്ലെങ്കിൽ അതിനിടയിൽ താൻ കയറിയത് കൊള്ളാം. ഞാൻ ഒരു സെക്കൻഡ് അങ്ങോട്ട് ഗ്യാപ്പ് വന്നാൽ വീണ അവിടെ കയറിയിട്ട് മാന്തും. അതുകൊണ്ട് ഞാൻ എല്ലാം പറയും. ഇനി പറയാനുള്ളത് ഷാനിക്ക വല്ലതും മറന്നു പോകുന്നുണ്ടെങ്കിൽ എന്നെ ഓർമ്മിപ്പിക്കും. വേറെ ആരെങ്കിലും ഉള്ളത് കോ-പ്രൊഡ്യൂസേഴ്സ് സമീറക്കയും ടൊവിനോയും ആണ് ഇതിൻ്റെ അകത്തുള്ള കോ-പ്രൊഡ്യൂസേഴ്സ് ആയിട്ട് ലൈക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ അതല്ല അത്ര വേണ്ട. മഷറിക്ക, റോണാറ്റ്സ്, മാനവ്, ഷെൽവിന്റെ പേര് പറഞ്ഞു. നിങ്ങളുടെ ഗ്യാങ്ങിലുള്ള ആരെങ്കിലും പേര് പറയാൻ വിട്ടുപോയോ? സെറിന് ആരെങ്കിലും പേര് പറയാനുണ്ടോ? റിയക്കിന് ആരെങ്കിലും പേര് പറയാനുണ്ടോ? റിയയുടെ മറ്റേ അനഘ, നിരുപമ, ദർശനയുടെ പേര് നമ്മൾ ഇതുവരെ എവിടെയും പറഞ്ഞിട്ടില്ല. ദർശനയുണ്ട്, സർപ്രൈസ്. പിന്നെ അങ്ങനെ എല്ലാരും. അപ്പൊ ഞാൻ അവസാനത്തെ ഒരു ചോദ്യത്തോടു കൂടി ഇത് അവസാനിപ്പിക്കാം. യെസ്, നമ്മളെല്ലാം പറയാനുള്ളതൊക്കെ പറഞ്ഞു. യെസ് ഗൈസ്, ഇന്റർവ്യൂ വിജയമായി.